പലരും ഈ വീഡിയോസിന്റെ ഒക്കെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന കാണാം AI ഡിറ്റക്ടഡ്, ഇത് AI വെച്ചുണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മിന്നൽ പ്രളയത്തിന്റെ ഭീകര ദൃശ്യങ്ങളാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ അതിശക്തമായ ഹിമപാതവും അതുപോലെ മണ്ണിടിച്ചിലും കാരണം ലെഹൻഡെ എന്ന് പറഞ്ഞ നദിയിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും അവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു അണക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ സ്വാഭാവികമായിട്ടുള്ള ഡാം പൊട്ടിത്തെറിക്കുകയും അതുപോലെ അതിനകത്തുനിന്ന് വെള്ളവും ചെറിയും പാറക്കല്ലുകളും ഒക്കെ ഭോട്ടെ, കോശിയും അതുപോലെ തൃശൂലി എന്ന നദികളിലേക്ക് ഇരച്ചെത്തുകയാണ് ചെയ്തിരുന്നത്. നമുക്കിതിനെ വേണമെങ്കിൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഡാം ബേസ്റ്റ് എന്നോ വിളിക്കാനായിട്ട് പറ്റും. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം 30-ലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിനെത്തിയ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടെ 380-ലധികം പേരെ നമുക്ക് ഇതുവരെയും കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. റസുവ, നുവാക്കോട്ട്, ദാദിങ് എന്നീ 3 ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം വിതച്ചിരിക്കുന്നത്. അതുപോലെ ചൈനയുമായുള്ള പ്രധാന കച്ചവട കവാടമായ റസുവഗതി അതിർത്തിയും 8 വൈദ്യുത പദ്ധതികളും അതുപോലെ നിരവധി പാലങ്ങളും വീടുകളുമാണ് ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇത് AI വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കേവലം ഒരു വ്യാജ വാർത്തയായിട്ട് കാണരുത്. നേപ്പാളിൽ വൻ രക്ഷാപ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റും ഇവർക്ക് ഇന്ത്യ ഗവൺമെന്റ് എന്തായാലും ഇവർക്ക് ഒരു സഹായഹസ്തം നീട്ടുമെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. അപ്പോൾ ശരി.